ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പെരുന്നാളിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണിത്. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ നിർവാണത്തിൻ്റെ റെസിപ്പിയാണിത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നേരത്തെ കഴുകി റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തത്. എല്ലോട് കൂടി തന്നെയാണ് എടുത്തത്. എല്ലില്ലാതെ എടുക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. ഇതിനു വേണ്ടി എല്ലോട് കൂടി തന്നെ എടുക്കാം. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ ഇതുപോലുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനു മുമ്പ് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഫ്രൈ ചെയ്യാൻ പാത്രത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം പാത്രത്തിലിട്ട് കൊടുക്കാൻ. മസാലകളൊക്കെ അടിയിൽ ഊറി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സാധാരണ ഫ്രൈ ചെയ്യുന്ന മാതിരി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് മറുഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. ഇതുപോലുള്ള ഒരു മൺചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മൺചട്ടിയിൽ ഇത് ചെയ്തെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി മൺചട്ടി ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പാത്രം, അലുമിനിയത്തിൻ്റെ പാത്രമോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലുള്ള ഒരു ഇല, ഒരു വാഴയില ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. വാഴയില ഒന്ന് വാട്ടിയിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ കീറിപ്പോവും. തീരെ കീറാൻ പാടില്ല. ഇനി അതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ആവുന്ന വിധത്തിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചി ഒന്നിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 പച്ചമുളക് കീറി ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരവിയ തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ മുകളിൽ മൂടുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇട്ടത് കുരുമുളകാണ്, കുരുമുളക് പൊടി. അതിനുശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ചെറുതായി കനം കുറച്ചരിഞ്ഞ കുറച്ച് വലിയുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നല്ലതുപോലെ അടയുന്ന ഒരു മൂടി കൊണ്ട് മൂടി വെക്കുക. ആ തേങ്ങാപ്പാൽ തിളയ്ക്കുന്ന സമയം വരെ ഒന്ന് മൂടി വെച്ചാൽ മതി. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിനി ഇറക്കി വെച്ച് നല്ലതുപോലെ തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകി കിട്ടും. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇറക്കി വെച്ച് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം നല്ല ഒരു ബെസ്റ്റ്. ഇതാണ് ചിക്കൻ നിർവാണ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.